ഹലോ ഗായ്സ്, ഇഷാകുട്ടനാണിത്. ഇഷാകുട്ട അംഗനവാടി പോവാണ് ഗായ്സ്. ഇഷാകുട്ട ഒരുങ്ങിയിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടം വേണ്ട? പിന്നെ എന്ത് പറയുന്നേ? പറ. സ്കൂളിൽ പോന്ന് നീങ്ങിന്ന് പറ. ചാച്ചോടല്ലോ. അപ്പോൾ ഗൈസ്, ഇൻട്രോയിൽ കണ്ടതുപോലെ നമ്മൾ ഇന്ന് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പരിപാടി കാണാൻ പോകുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു ഇന്ന് അവരുടെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ, വിയോർത്തമ്പലത്തിൽ. അപ്പോൾ നമ്മൾ വൈകുന്നേരം അങ്ങോട്ട് പോകുന്നുണ്ട്. അതിനു മുമ്പ് ഇശാൻകുട്ടനെ അങ്ങനോടി വിട്ടിട്ട് അക്ഷയ സെൻറ്റർ വരെ പോകണമായിരുന്നു. കാര്യം നമ്മുടെ ഇലക്ഷൻ്റെ കഴിഞ്ഞ ദിവസം കാർഡിൻ്റെ ശരിയാക്കുന്ന കാര്യം പറഞ്ഞല്ലേ, അപ്പോൾ അതിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാനും അമ്മയും കൂടെ ഒക്കെ വീണ്ടും പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അമ്മയുടെ പേരിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും അതിന് വേണ്ടി ഇറങ്ങിയേക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. വൈകുന്നേരം എൻ്റെ വീട്ടിലും എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ താറാവ് മേടിക്കാൻ പോയതാണ് വീടിൻ്റെ അവിടെ ചെന്നപ്പോൾ ഇശാൻകുട്ടൻ ഇത് ഭയങ്കര ഒരു നല്ല രസമുള്ള കാഴ്ചയായിരുന്നു. അവനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ ഒത്തിരി താറാംകൂട്ടങ്ങളൊക്കെ അവൻ കാണുന്നത്. പിന്നെ 7 മണി ആയപ്പോഴത്തേക്ക് നമ്മൾ നന്ദഗോവിന്ദ ഭജൻസിൻ്റെ പരിപാടി കാണാനായിട്ട് നമ്മൾ അമ്പലത്തിലെത്തി. എന്തൊരു തിരക്കാണില്ലേ. ഇതാണ് ഞങ്ങളുടെ അമ്പലം. എന്ന് വെച്ചാൽ ഞാൻ ജനിച്ച് വളർന്ന നാട്ടിലെ എൻ്റെ അമ്പലമാണ് ഇത് കേട്ടോ. ഇവിടെ 41 ഉത്സവം വരുന്നത്, വൃശ്ചിക മാസത്തിലെ. പക്ഷേ അന്നത്തെ കടലും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 വർഷം മുമ്പ് റെയിൻബോയുടെ ഗാനമേള വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പരിപാടികളൊക്കെ വളരെ കുറവാണ്. കാര്യം ഈ ഗാനമേളയ്ക്ക് അടി നടക്കുന്നുണ്ട്. അവിടെ ഗാനമേള ബാൻ ചെയ്തേക്കുമായിരുന്നു. എപ്പോൾ ഗാനമേള വെച്ചാലും അന്നേരം അവിടെ അടിയായിരിക്കും ഗൈസ്. അങ്ങനെ നമ്മളിതേ അത് കാണാനായിട്ട് എത്തി. എൻ്റെ അമ്പലമാണ് ഗൈസ്. എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ഞാൻ ചെന്ന് ഓടി പറയുന്നത് എൻ്റെ അയ്യപ്പൻ്റെ അമ്പലമാണ് നിങ്ങളീ കാണുന്നത്. എന്തൊരു തിരക്കായിരുന്നില്ലേ. ഭയങ്കര തിരക്കും ഭയങ്കര ജനവുമായിരുന്നു കേട്ടോ ഇവരുടെ പരിപാടി കാണാനായിട്ട്. അത് പിന്നെ അങ്ങനെ ആണല്ലോ, അവരുടെ പരിപാടി എവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും നല്ല ക്രൗഡായിരിക്കും. പിന്നെ ഞാൻ ഇശാൻകുട്ടനെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സെൽഫിയൊക്കെ എടുത്തു. അപ്പം ബാക്കി വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണുക. ഇവരുടെ ഫുൾ പാട്ടിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ ഒരു പുതിയൊരു അനുഭവമായിരിക്കും എല്ലാവരും ചേർന്ന് പാടുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ പരിപാടി, അപ്പോൾ എല്ലാവരും പാടണേ. ശരണമയ്യപ്പ ശരണം ശരണം ശരണമയ്യപ്പ. കൈയടിച്ച് പാടാമോ? ശരണം ശരണം ശരണമയ്യപ്പ ശരണം ശരണം ശരണമയ്യപ്പ. കൃഷ്ണ